നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനം വിൽക്കുവാനോ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഇഷ്ടം പോലെ ഓൺലൈൻ കച്ചവടക്കാരുണ്ട്. അവർക്കൊക്കെ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ പേര് മാറില്ല. അതേസമയം ഒരു ഓതറൈസ്ഡ് ഡീലർ അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത ഒരു ഡീലർക്കോ അങ്ങനെയുള്ള ഒരു കമ്പനിയിലോ വണ്ടി കൊടുത്താൽ സ്പോട്ടിൽ തന്നെ നമ്മൾ പറയുക നമ്മളുടെ പേര് മാറണം. അതിനുള്ള പ്രൊവിഷൻ ഇപ്പോൾ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോം 29 എന്ന് പറഞ്ഞ് അത് ഡൗൺലോഡ് ചെയ്ത് അന്നേരം തന്നെ ഈ പഴയ ഓണറുടെ പേരിൽ നിന്ന് വണ്ടി മാറുകയും വണ്ടി വാങ്ങുന്ന ഡീലറുടെ പേരിലേക്ക് ഈ വണ്ടി ആവുകയും ചെയ്യും. പക്ഷേ എഫക്റ്റ്ലി വണ്ടി പേര് മാറില്ല. ഓണറുടെ ഈ ഡീലറുടെ പേരിലായിരിക്കും ഇത് കിടക്കുന്നത്. ആ സമയമുള്ള എല്ലാ ഉത്തരവാദിത്വവും ഈ ഡീലർക്കായിരിക്കും. വെച്ചാൽ പഴയ ഓണറുടെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് തീരും, ബാധ്യതകൾ മുഴുവൻ തീരും. അങ്ങനെ ഇല്ലാത്തവർക്ക് വണ്ടി കൊടുത്താലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാർ പലരും പല ഡീലർമാരും ഇപ്പോൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അവർ മയക്കുമരുന്ന് കയറ്റുക, അതുപോലെ തന്നെ മദ്യം കടത്തുക, പിന്നെ സ്ത്രീ വിഷയത്തിൽ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒത്തിരി സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് കേസ് കൂട്ടമായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ഈ പോസ്റ്റിൻ്റെ താഴെ നിന്ന് കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും.